ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞ നമ്മുടെ ബൈബിൾ ക്ലാസ് എബി ജോൺസൺ ബ്രദറായിരുന്നു അല്ലേ? എല്ലാവരും ലിസൺ ചെയ്തായിരുന്നല്ലോ, അറ്റൻഡ് ചെയ്തല്ലോ അല്ലേ? വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓക്കെ, കുഴപ്പമില്ല. വന്നവരുടെ എബി ജോൺസൺ ബ്രദർ മെസ്സേജ് ക്ലാസ് എടുത്തപ്പോൾ വളരെ വാലിഡ് ആയിരിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞു. വാലിഡ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു വ്യത്യസ്തമായ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ഐ ഡോണ്ട് നോ എനിബഡി ഹാസ് നോട്ടീസ്ഡ് ദാറ്റ്. പുള്ളി അതിങ്ങനെ വളരെ അതങ്ങ് പാസ് ചെയ്തു പോയി. പക്ഷെ നല്ല അറ്റൻഡ് ചെയ്തവർക്ക് ഒരു ഡ്രാസ്റ്റിക് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യത്യാസമായിരിക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു കാര്യം പറഞ്ഞായിരുന്നു. 1 മിനിറ്റ് തരാം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കതങ്ങനെ വളരെ ഡ്രാസ്റ്റിക് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ക്ലാസ്സിൽ സീനിയേഴ്സ് ആരും ഒന്നും മറുപടി പറയല്ലേ. ഓക്കെ, സീനിയർ ലെവലിലുള്ളവർ അവരല്ല മറുപടി പറയേണ്ടത്. എനിക്ക് അല്ലാത്തവരുടെ മറുപടി കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ദേ ക്യാൻ ഗീവ് ദെയർ ഒപ്പീനിയൻ ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏജിൽ ജൂനിയേഴ്സ് ആയിരിക്കുന്നവരോടാണ് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നത്. പറയാം ആർക്കെങ്കിലും? ഞാൻ പറയാം, അത് പെട്ടെന്ന് പറയാൻ പ്രയാസമാണ്. ഞാനൊരു ക്ലൂ തരാം. കൃപയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു. ശ്രദ്ധിച്ചായിരുന്നോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? ഞാൻ ഈ ടോപ്പിക്കല്ല ഞാൻ എടുക്കാൻ വന്നത്, പക്ഷേ ക്ലാസ്സിലെ അറ്റൻഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വളരെ വാലിഡ്, ക്രൂഷ്യൽ, ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഒക്കെ ചില മെസ്സേജസിൽ ഇങ്ങനെ ഇടയ്ക്ക് വരും. നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിരുന്നാൽ മാത്രമേ ആ പോയിന്റ്സ് പിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേസ് ആൻഡ് ലവ്? മേഴ്സി ആൻഡ് കറക്റ്റ്, മേഴ്സി ആൻഡ് കറക്റ്റ്, മേഴ്സി ആൻഡ് ഗ്രേസ്. പറയാമോ അത് എന്തായിരുന്നു ഒന്ന്? ഗ്രേസ്, പോയിന്റ് നമ്പർ 1. പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞായിരുന്നു, അത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഞാനതിന് ഉത്തരവോ അല്ല ഒന്നും അല്ല. എബി ജോൺസണും ബ്രദറും അത് അങ്ങനെ അതങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. വളരെ വാലിഡ് ആയിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ഡിഫറെൻറ്റ് തോട്ട്. ആ കാര്യം അതിനോട് ചേർന്നാണ് വരുന്നത്. ആ പറഞ്ഞതിനോട് ചേർന്ന് കൃപ, ഗ്രേസ് ഈസ് വൺ ടൈം അല്ലേ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? 1 ടൈമാണ്, അല്ലെങ്കിൽ വൺസ് ഹാപ്പനിങ്. പിന്നെ അത് മറ്റേ ദയവ്, സ്നേഹം, കരുണ എന്നൊക്കെ പറയുന്നത് റിപ്പീറ്റ്ലി ദൈവത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റ് ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുകൂടെ നിങ്ങൾക്കൊക്കെ സ്റ്റഡി ചെയ്യാനുള്ളൊരു പോയിന്റാണ് കേട്ടോ അത്. ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് ദാറ്റ്. അതൊരു ഡിഫറെൻറ്റ് വ്യൂവിൽ കിട്ടിയ ഒരു പോയിന്റ് ആയിരുന്നു. ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത്, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവാത്മാവ്, അല്ലെങ്കിൽ പുതിയ ചിന്തകളൊക്കെ ദൈവാത്മാവ് നമ്മുടെ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുവരും. ദാറ്റ് മേക്സ് ആക്ച്വലി അതാണ് നമുക്ക് സന്തോഷം നൽകുന്നതും ത്രില്ല് തരുന്നതും അല്ലേ? പുതിയൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഡിഷ് പോലെയാണ് ദൈവവചനത്തിൽ നിന്ന് 30 വർഷമായാലും 40 വർഷം 50 വർഷമായാലും പുതിയ പുതിയ ചിന്തകൾ ദൈവം നമുക്ക് തരുമ്പോഴുണ്ടാകുന്ന ആ ത്രിൽ, അതിൻ്റെ ഒരു ഉത്സാഹം, അതാണ് ഈ ബൈബിൾ സ്റ്റഡി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട്. അപ്പം ദ ബ്രെയിൻ ഷുഡ് വർക്ക്. നമ്മുടെ തലച്ചോറ് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അതാണോ ശരി, ഇതാണോ ശരി, ഏതാണ് ശരി, എന്താണ് ശരി, ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ വൺ തിങ്, നമുക്ക് വേറെ ചിന്തകൾ വരുമ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രയാസം വരത്തില്ല. നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതിനേക്കാളും വ്യത്യസ്തമായ ചിന്ത വരുമ്പോഴും നമുക്കത് അതിനോട് യോജിക്കുകയോ ചെയ്യേണ്ട, പക്ഷെ സ്റ്റഡിക്കുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പല മെസ്സേജസും കാണുന്നത് പുതിയത് എന്തെങ്കിലും കിട്ടും, വേറെ എന്തെങ്കിലും കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ടും പഠിക്കാനായിട്ടും കുറേ നമ്മുടെ ബ്രെയിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊക്കെ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള ടോപ്പിക്ക് ഒരുപക്ഷെ വലിയ റിലവൻസ് ഒന്നും കാണത്തില്ല. കാരണം ഓൾറെഡി നമ്മളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഒരു ആത്മീയ പക്വതയിൽ ജീവിക്കുന്നവരാണ്. സോ ഇത് ഡയറക്ട്ലി അഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ആരെങ്കിലും ഒരു ആത്മീയരായിട്ട് തീരണമെന്നുള്ള ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ കൂടുതൽ അതൊന്നും അല്ല ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഇത്.
വി ആർ ഗോയിങ് ടു ലേൺ വാട്ട് ഇറ്റ് ഈസ്. എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്ന പല തെറ്റിദ്ധാരണകളും പല കാര്യങ്ങളും മാറ്റാനായിട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഞാനിത് 1-2 ക്ലാസ്സുകൾ ആയിരിക്കും ചിലപ്പോൾ, എത്രയെന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലാസ്സസ് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ബേസ്ഡ് ആണ് എൻ്റെ ക്ലാസ്. ഓഡിയൻസിന് നിലവാരം കൂടുതലാണെങ്കിൽ ക്ലാസ് എനിക്ക് ഇച്ചിരൂടെ നിലവാരം കൂട്ടാൻ പറ്റും. ഓഡിയൻസ് നിലവാരം കുറഞ്ഞതാണെങ്കിൽ ഞാനും താഴ്ന്ന് സിമ്പിളായിട്ട് പോകും. ഓഡിയൻസ് ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ കുറച്ചേ പറയത്തുള്ളൂ. സോ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, ഇഫ് ഓഡിയൻസ് ഈസ് കോപ്പറേറ്റിംഗ് യു ക്യാൻ ലേൺ ഫ്രം മീ. എനിക്ക് എന്തറിയാമോ അത് പറയാനായിട്ട് പറ്റും. ഇല്ല, ഓഡിയൻസ് സൈലന്റ് ആണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്നത് മാത്രം എൻ്റെ മിനിമം കൊടുക്കത്തുള്ളൂ. ഓക്കെ. ഞാനങ്ങനെ വലിയ നോളജ് ഒന്നുമില്ല, പക്ഷേ വാട്ട് ഐ തിങ്ക്, ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക് എടുക്കാനായിട്ട് പോകുന്നത്. സോ വാട്ട് യു തിങ്ക് അബൌട്ട് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ? നമ്മൾ കൂടുതൽ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കാണ്. എന്താണ് ആത്മീയത? ആർക്കൊന്ന് പറയാമോ? കറക്റ്റ്. ദിവ്യ സ്വഭാവത്തിന്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നത്. റൈറ്റ്. ആത്മാവിന്റെ എക്സാക്ട്ലി 100% ആത്മാവിന്റെ കൺട്രോളിൽ ജീവിക്കുക. പിന്നെ സഹോദരിമാരെ, തെറ്റ് ശരിയെന്നൊന്നുമില്ല കേട്ടോ ഇതിലെ. എന്തെങ്കിലുമൊക്കെ പറയാം. ഈ വാക്ക് ഒത്തിരി ഫെമിലിയർ ആണ് നമുക്ക്, ആത്മീയത എന്ന് പറഞ്ഞാൽ. ഇതിനോട് ചേർന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം. കറുപ്പ് എന്താന്ന് ചോദിച്ചാൽ കറുപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? വെളുപ്പിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം, അത്രയല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ചുവപ്പോന്ന് ചോദിക്കും. ഓക്കെ. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ് അതല്ല എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ആത്മീയത? അപ്പൊ ഓപ്പോസിറ്റ് വേൾഡ്ലിനെസ്, ജഡീകത്വത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇച്ചിരി 2 പോയിന്റ്സ് കിട്ടി. ആത്മീയത എന്നൊരു വാക്ക് കിട്ടി, അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ജഡീകത അല്ലെങ്കിൽ എന്നൊരു വാക്ക് നമുക്ക് കിട്ടി. ഓക്കെ. സോ നമ്മൾക്ക് ഇതിലോട്ട് പോകാം. ഫസ്റ്റ് സ്ലൈഡ്. സോ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ് ടു എവ്രി വൺ. ഓരോരുത്തർക്കും ആത്മീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പല അർത്ഥങ്ങളിലാണ് എടുക്കുന്നത്. ആ സഹോദരൻ ആത്മീയനെ അല്ല പറയാറുണ്ടോ? ഉണ്ട്. ഓൺ വാട്ട് ബേസിസ്? ആ സഹോദരി ഒട്ടും ആത്മീയമേ ഇല്ലാത്തൊരു സഹോദരി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്ത് ബേസിസിലാ? വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആത്മീയത എന്ന് പറയുന്നത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഞാനൊരു സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞവരൊക്കെ ആത്മീയര്. അപ്പോ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഈ ആത്മീയരെന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്തവര്, സഭയിൽ അധികം സംസാരിക്കത്തില്ല, അധികം ചിരിക്കാത്തവര്, അല്ലേ? ആത്മീയരെന്ന് പറഞ്ഞാൽ അധികം ചിരിക്കരുത്, അധികം സംസാരിക്കരുത്, തമാശ ഒന്നും പറയല്. ഇങ്ങനെയാണ് നമ്മൾ ആത്മീയരെ ഡിഫൈൻ. ആണോ? ശരിയാണോ? അല്ല, അത് ആ അർത്ഥം അല്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിരുന്നേ ആത്മീയരെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനും വിചാരിച്ചു ഇനി ഞാൻ ആത്മീയനാകണമെങ്കിൽ ഞാൻ ടൈറ്റായിരിക്കണം, മിണ്ടരുത്, സംസാരിക്കരുത്. യെസ്, അതെ. ഈ വാക്കൊക്കെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ടിരിക്കുന്ന ആൾക്കാർ അവർ ആത്മീയരാണ്. ഇതുകൊണ്ടല്ല ആത്മീയരെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ. അപ്പോ ഈ ബാഹ്യമായിരിക്കുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോ ഒരു സഹോദരി ആത്മീയനല്ല അല്ലെങ്കിൽ ആത്മീയ സഹോദരി അല്ല, ആത്മീയ സഹോദരനല്ല എന്ന് പറയുന്നതിന് കാരണം നമ്മൾ വെച്ചിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയത് നമ്മൾ ഒരുപക്ഷെ ദൈവദിനത്തിൽ നിന്നായിരിക്കും, നമ്മൾ പഠിച്ചതിൽ നിന്നായിരിക്കാം. അത് തെറ്റാണെന്നുള്ളതിലേക്ക് ഞാൻ വരികയല്ല. പക്ഷെ നമുക്കൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരെയും ആത്മീയരാണോ ഇല്ലയോ എന്ന് പറയുന്നത്.
നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ആത്മീയനിൽ നിന്ന് വരുന്ന വാക്കാണെന്ന് പറയും. പക്ഷെ ഒരുപക്ഷെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, നമ്മളാ വാക്ക് ദേഷ്യപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. സഭയിലായിരിക്കണമെന്നില്ല, വേറെ എവിടെയെങ്കിലും, ഒരു പക്ഷേ ഒരു ബസ് യാത്രയിൽ, ഒരു ട്രെയിൻ യാത്രയിൽ, കാർ ഓടിക്കുമ്പോൾ, അല്ലേ? അപ്പോ സഭയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ആ വാക്ക്, പക്ഷെ പുറത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് ഹാപ്പൻഡ്? അപ്പോഴെൻ്റെ ആത്മീയത എവിടെ പോയി? ആരും കാണാഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്മുടെ ഡെഫിനിഷൻ കൊണ്ട് ഞാൻ പറയുക, നമ്മുടെ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ദാറ്റ്സ് വൈ സംതിങ് ഈസ് ഡിഫറെന്റ്, സംതിങ് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ എവ്രി വൺ. ഓരോരുത്തർക്കും ആത്മീയൻ എന്ന് പറയുന്നതിന്റെ നിർവചനം അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് വേറെ വേറെയാണ്. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൺ വാട്ട് ബേസിസ് യു ആർ ടെല്ലിംഗ് ദാറ്റ് ഹി ഈസ് നോട്ട് സ്പിരിച്വൽ, അദ്ദേഹം ആത്മീയനല്ല എന്ന് പറയുന്നു. വേഷങ്ങൾ കൊണ്ട് നമ്മൾ ചിലരെ ആത്മീയനല്ലെന്ന് പറയും. ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യായിരുന്നു നിയർ ഹൈദരാബാദ്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു നല്ല പ്രഗത്ഭനായിരിക്കുന്ന ഒരു സഹോദരനാണ്, ബ്രദറിനല്ല കേട്ടോ, ഒരു സഹോദരനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വലിയ മിനിസ്ട്രി മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന, വലിയ മിനിസ്ട്രിയിലൊക്കെ വലിയ 3000-4000 പേരൊക്കെ ഉള്ളിടത്ത് പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ക്ലാസ് എടുത്താണ്. അദ്ദേഹമാണ് അന്നത്തെ ഞങ്ങളുടെ മെയിൻ ടീച്ചർ. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരു യുവാവ് നടന്നു വരുന്നു. സോ യങ് ബോയ് അല്ല, ഒരു യങ് മാനാണ്. അദ്ദേഹം നടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷവിധാനമൊക്കെ കണ്ടപ്പോഴത്തേന് സെൻറ്റർലി നമുക്ക് ഒരിക്കലും ഇദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നത്, ഞാൻ പറഞ്ഞല്ലോ അനാത്മീയനം നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവനെന്തിനാണ് ഇവിടെ വരുന്നത്? ഞങ്ങളെല്ലാം വലിയ ആത്മീയരല്ലേ, നമ്മളെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് ഇവനെന്തിനാണ് ഈ വരുന്നതെന്നുള്ളതാണ്. ഉടനെ ഒരാൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു, അദ്ദേഹം ഈ സുവിശേഷകന്റെ മോനാണ്, ബട്ട് ഡോണ്ട് സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ഹിം. മനസ്സിലായി ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഈ പ്രസംഗിക്കുന്ന സഹോദരന്റെ മോനാണ്, പക്ഷേ നിങ്ങളിപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്ത എന്താ? അവൻ രക്ഷിക്കപ്പെടണം. അപ്പൻ വലിയ സുവിശേഷകനാണ്, അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങത്തില്ലേ? നമ്മൾ ബിലീവേഴ്സ്. ഓക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതപ്പോൾ ചിന്തയായി, എന്താണ് അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞത്? അതായത് ഞങ്ങളുടെ മനസ്സിലുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു, അവൻ ഒരു സ്പെഷ്യൽ മിനിസ്ട്രി ചെയ്യുന്നവനാണ്. 24 hours അവൻ ഇങ്ങനെ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ലൈഫ് കൊടുത്ത ആളാണ്. അടുത്ത ഹൈലി എഡ്യൂക്കേറ്റഡ്, US എഡ്യൂക്കേറ്റഡ് ഏതാണ്ടാണ്. അവന് ഈ ഡ്രഗ് അഡിക്ട്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സോ അവൻ ചില സമയങ്ങളിലെല്ലാം ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് ഈ ഡ്രഗ് അഡിക്ട്സിന്റെ കൂടി ഇങ്ങനെ അസിമുലേറ്റ് ചെയ്തിട്ട് ജീവിക്കും. ഭയങ്കര ചലഞ്ചിങ്ങും ഡേഞ്ചറസുമാണ് കേട്ടോ, ഡേഞ്ചറസ് ആണ്. എന്നിട്ട് ഇതിനിടയിൽ അവൻ അവരോട് സുവിശേഷം പറയുകയും അവരെ കൊണ്ടുവരാനായിട്ടാണ്. ഒത്തിരി റിസൾട്ട്സ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അവൻ. അപ്പോ ഞങ്ങളടുത്ത് പറഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ലെവലിനേക്കാളൊക്കെ വെരി ഹൈ ലെവലാണ് അവൻ. സോ പ്രിജുഡിസ് എന്താണ്? ഞാൻ ചിന്തിച്ചത്, ഞാനിവിടെ അയ്യോ ഇത്രയും വലിയൊരു ദൈവദാസന്റെ മോൻ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്റെ ആത്മീയതയുടെ ലക്ഷണത്തിലെ ഡെഫിനിഷനിൽ അവൻ മാച്ച് ആയില്ല. ബട്ട് ഹീസ് മോർ സ്പിരിച്വൽ ദാൻ എനിബഡി എൽസ്. ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് സുവിശേഷവിലേക്ക് വേണ്ടി. ജോലിക്കൊക്കെ പോയി നല്ല സ്റ്റൈലിൽ ജീവിക്കേണ്ട ആള് അവൻ ഈ ഡ്രഗ് അഡിക്ട്സിന്റെ ഇടയിൽ, അന്ന് ഡ്രഗ് അഡിക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്ന ഒരു 10, 15, 20 years ബാക്ക്, ഒരു ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും ഡ്രഗ് അഡിക്ട്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ. അന്നൊക്കെ അത് വളരെ റെയറായിരിക്കുന്നവരാണ് അവൻ പ്രവർത്തിക്കുന്ന ഒരാളെ കാണാനായിട്ട്. സോ വാട്ട് ഐ ടോൾഡ് ഈസ്, ഇറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ ഇതിലെല്ലാം ഈ കാര്യങ്ങൾ വരുന്നതെന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വേറെ ലെവലിൽ പോകാം. ഈ മറ്റുള്ളവരോട് നമ്മൾ ഈ സ്പിരിച്വലിസം അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്താ മനസ്സിലാക്കുന്നത്? ക്രിസ്ത്യാനികളല്ല, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്താണ്? മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ദാറ്റ്സ് എ പാഗൻ വ്യൂ. അവരുടെ വ്യൂസ് എന്താണ്? ജാതികളുടെ മറ്റ് വീക്ഷണങ്ങൾ എന്താണ്? എന്തായിരിക്കും സ്പിരിച്വലിസം അല്ലെങ്കിൽ സ്പിരിച്വൽ എന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്? എക്സാക്ട്ലി, താടിയൊക്കെ വളർത്തി ഇങ്ങനെ ഒരു ദൈവവുമായിട്ട് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ദൈവവുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ ആ പൂജയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്
ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കല്ലേ. ഓക്കെ, പൂജയൊക്കെ ചെയ്ത് ദൈവസന്നിധിയിലിരുന്ന് അവരുടെ ദേവന്റെ സന്നിധിയിലിരുന്ന്, സ്വാമിയുടെ സന്നിധിയിലിരുന്നിട്ട്, ദേവതയുടെ സന്നിധിയിലൊക്കെ ഇരുന്നിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ഇരിക്കുന്ന ഒരു സാത്വികനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ അകത്തിരിക്കുന്ന ഒരാൾ. ഇതാണ് ജാതീയമായിരിക്കുന്ന ചിന്തകൾ, സ്പിരിച്വലിസം എന്ന് പറയുന്നത്. അപ്പൊ അവര് എപ്പോഴും വേറൊരു തലത്തിൽ ഇരിക്കുന്നവരാണ്, വേറൊരു നിലയിൽ ഇരുന്നിട്ട് ബിഹേവ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ മറ്റു ജാതികളുടെ സ്പിരിച്വലിസം എന്ന് പറയുന്നത്. ഒക്കൾട്ട് പ്രാക്ടീസസ്, സോഴ്സറി, ബ്ലാക്ക് മാജിക്, ഓൾ ദോസ് തിങ്സ്, ഇതെല്ലാം നടക്കുന്നത് ആ ലെവലിലാണ്. മനസ്സിലായല്ലോ? മന്ത്രവാദങ്ങൾ, ഇതൊക്കെ അവര് ആ ലെവലിലാണ്. അതാണ് സ്പിരിച്വലിസം എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഈ ന്യൂ ഏജ് സ്പിരിച്വലിസ്റ്റ് എന്ന് പറയുമ്പോൾ, ന്യൂ ഏജിലേക്ക് വരുമ്പോഴത്തേന് വേറൊരു നിലയിലേക്കാണ് വരുന്നത്. ഓജോ ബോർഡൊക്കെ അറിയാമല്ലോ അല്ലേ, എല്ലാവർക്കും കേട്ടിട്ടുണ്ടല്ലോ ഓജോ ബോർഡൊക്കെ അല്ലേ. ഈ ഓജോ ബോർഡ് പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് മരിച്ചുപോയവരുമായിട്ട് ബന്ധപ്പെടുക, മറ്റ് സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെടുക, ഇങ്ങനെയുള്ള നിലയിലേക്കൊക്കെയാണ് ഈ ന്യൂ ഏജ്. അത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ നിലയിൽ വരുന്നതാണ് ഈ ന്യൂ ഏജ് സ്പിരിച്വലിസം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ക്രിസ്ത്യൻ സ്പിരിച്വലിസം എന്ന് പറയുന്നത്? എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, എപ്പോഴും ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മുടെ മൈൻഡ് സെറ്റ് പലപ്പോഴും ഈ മറ്റു ജാതികളുടെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ പാഗൻ സ്പിരിച്വലിസത്തിനെ കണ്ട് നമ്മളത് ഇങ്ങോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വിശ്വാസികളും ഈ രീതിയിലുള്ളവരാണ് ആത്മീയരെന്ന് വിചാരിക്കും. എങ്ങനെ? ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ദൈവവുമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവുമായിട്ടിരിക്കുക, ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആരും ഇമാജിൻ ചെയ്യണ്ട, ഞാൻ പറയുന്നത് there is X or Y somebody who is always ഇപ്പൊ നിങ്ങൾക്കൊക്കെ നെറ്റി ചുളിയും ചിന്തയൊക്കെ ഒത്തിരി വരും, എനിക്കറിയാം. ഓക്കെ, വെയിറ്റ്, അങ്ങനെ ചെയ്യുന്ന തെറ്റാണോ? അതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. We think that the people who are sitting always in the presence of God, ഓക്കെ, അവരിങ്ങനെ വേറൊരു തലത്തിലിരിക്കുന്ന ആൾക്കാരാണ് സ്പിരിച്വൽ എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറി ഇരിക്കുന്ന ആ ഒരു ലൈഫിനെ നമ്മൾ സ്പിരിച്വൽ ആണെന്ന് പറയാനായിട്ട് തോന്നും. പിടികിട്ടി ഞാൻ പറയുന്നത്? ഇതിനോട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ബോറിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സ്പീഡ് കൂട്ടണോ? ഒന്നും പറയുന്നില്ല. സഹോദരന്മാർ പറഞ്ഞോ? സഹോദരൻ പറഞ്ഞോ? അല്ല, ബാക്കിൽ നിന്ന് ഷാജി വിൽസൺ സഹോദരൻ ഏതാണ്ട് പറയാൻ തുടങ്ങി. നല്ലതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പോയാൽ മതിയോ? ഓക്കെ, ഓക്കെ. അപ്പോ നമ്മുടെ ചിന്തയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആത്മീയതയെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഞാനൊരു ഇതുകൂടെ പറയാം. തെയിസം എന്നൊരു വാക്കുകയാണ്. തെയിസം അല്ലേ, THEIS. ഡെയിസം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഡെയിസം, DEISM കേട്ടിട്ടുണ്ടായിരുന്നു? ചിലർക്കൊക്കെ അറിയാം. ഡെയിസം, തീസം പോലെ അല്ലെങ്കിൽ തെയിസം പോലെ തന്നെയാണ് ഈ ഡെയിസം. എന്താ ഇത് രണ്ടുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇതേ ദൈവം, ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇൻ ഡെയിസം, DEISM, അവർ പറയുന്നത് ദൈവം എങ്ങാണ്ടിരിക്കുന്നു, സംവേർ സൃഷ്ടിച്ച എല്ലാത്തിനെയും ഓട്ടം അങ്ങ് കീ കൊടുത്ത് വിട്ടു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹീ സിറ്റിംഗ് ദെയർ ആൻഡ് വാച്ചിങ് എവറിത്തിങ്. പിടികിട്ടിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ഇത് ഞാൻ ഈ പറഞ്ഞത്? എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എങ്ങാണ്ടൊരു ലൊക്കേഷൻ നിന്നിട്ട് ബാബു ജോൺ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ബാബു ജോണിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നം കണ്ടപ്പോൾ, ബാബു ജോണിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു സന്തോഷം കണ്ടപ്പോഴൊക്കെ ദൈവം അങ്ങനെ ഇരുന്നിട്ട് നോട്ട് ഇന്റർഫിയറിങ് അറ്റ് ഓൾ, ഒന്നിൽ ഇന്റർഫിയർ ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വാട്ട് എവർ തിങ്സ് ഹി കാൽക്കുലേറ്റഡ്, ഹി പ്രീ ഡിറ്റർമിൻഡ്, അതെല്ലാം ഇങ്ങനെ നടക്കുന്നതിൽ എൻജോയ് ചെയ്യുന്ന പ്രദേശം വരുന്നുണ്ട് അല്ലെ? ചിന്ത വരുന്നുണ്ടോ?
ഞാൻ കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്ന പോലെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പ്രായമുള്ളവർ ക്ഷമിക്കുക. ഓക്കെ. അപ്പോ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഗോഡ് ഈസ് നോട്ട് ആൻസറിങ് മൈ പ്രയേഴ്സ്. എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് ടേക്കിംഗ് എവറിത്തിങ് ആസ് എ ഫണ്ണി അഫെയർ. ഞാനീ പ്രാർത്ഥിക്കുന്നു, ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? Somewhere God is sitting. This theology, this world view is called deism. പല ബുക്സും ഉണ്ട്. കുറ്റം ചെയ്യുന്നവരെന്താ ശിക്ഷിക്കുക? ഗോഡ് ഈസ് നോട്ട് ഡൈനാമിക്കലി ഇന്റർഫിയറിങ്. മാറിയിരിക്കുക ദൈവം, എൻജോയ് ചെയ്യുക ദൈവം. അപ്പൊ നമുക്ക് ഈ ഡേയിസത്തിന്റെ ചില ചിന്താഗതികളൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അത് നടക്കാത്തപ്പോഴോ ഒക്കെ നമുക്ക് ഈ ചിന്ത വരാറുണ്ട്. വലിയ വലിയ ആൾക്കാർ ഇതിന്റെ വക്താക്കളാണ് കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ്, ഇവരെല്ലാം ഇതിന്റെ ആൾക്കാരാ. സോ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദൈവത്തിനോട് നമുക്ക് ബന്ധപ്പെടാനായിട്ട് വലിയ പ്രയാസമാണ്. ഗോഡ് ഈസ് സിറ്റിംഗ് സംവെയർ ആൻഡ് ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ലിസണിങ് മീ. എന്റെ കാര്യങ്ങളൊന്നും ലിസൺ ചെയ്യാത്ത ഒരു ദൈവം എങ്ങാണ്ടിരിക്കുന്നു. അപ്പോ ഈ ദൈവമായിട്ട് ഞാൻ എങ്ങനെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് വരുമ്പോൾ അത് നടക്കത്തില്ല. സോ ദാറ്റ്സ് വൈ സ്പിരിച്വാലിറ്റിയിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറയുന്നത്, വി ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഇമനന്റ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. ഓരോ സമയത്തും ഡൈനാമിക് ആയിട്ട് ഇടപെടുന്നതാണ്. ഹി ഈസ് ഇന്റർഫിയറിംഗ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. അപ്പോ ആ ഇടപെടുന്ന ദൈവത്തോട് മാത്രമേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിടികിട്ടിയോ? അപ്പോ ഡിസ്റ്റൻസിലിരിക്കുന്ന ഇടപെടാത്തൊരു ദൈവവുമായിട്ട് എനിക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണെങ്കിൽ മാത്രമേ സ്പിരിച്വാലിറ്റിക്ക് മീനിങ് വരുന്നുള്ളൂ. Because I am relating with a God who is always looking at me and interfering in my life. എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവവുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സോ എന്റെ പ്രാർത്ഥന നിമിത്തമായിട്ട് കാര്യങ്ങളെ മാറ്റാൻ കഴിയും, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, എന്നിൽ മാറ്റമുണ്ടാകും. ഇതെല്ലാം ദൈവം വർക്ക് ചെയ്യുന്നു. പല കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ, വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഗോഡ് ഈസ് ഇന്റർഫിയറിങ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ള ട്രസ്റ്റ് നമുക്ക് കൂടുന്നത്. ഞാൻ എൻ്റെ ബേസിക് തിങ്സ് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്യുകയാണ്. പിടികിട്ടിയോ? സോ ഈ ദൈവത്തെ എനിക്ക് എപ്പോഴും എനിക്ക് ഫോളോ ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ പറയാനും എനിക്ക് ആശ്രയിക്കാനും പറ്റൊരു ദൈവമാണ്. ഈ അസംപ്ഷൻ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ സ്പിരിച്വാലിറ്റിക്ക് മീനിങ് വരുന്നുള്ളൂ. അല്ലാതെ ദൈവം എങ്ങാണ്ടിരിക്കും ദൈവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, നമ്മളെ കണ്ടു, നമ്മളെ വീണ്ടെടുത്തു, ക്രൂശിൽ മരിച്ചു. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഗോഡ് ഈസ് ആക്ടിങ്. ഗോഡ് ഈസ് ആക്ടിങ് ഇൻ ദ ഹിസ്റ്ററി, ഗോഡ് ഈസ് ആക്ടിങ് ഇൻ ദ പ്രസന്റ്. എല്ലാ കാര്യവും ദൈവം ഇടപെടുന്ന ദൈവമാണ്. അപ്പോ ഞാനീ പ്രസംഗിക്കുന്നത് ദൈവത്തിനറിയാം, ഇത് കേൾക്കുന്നത് ദൈവത്തിനറിയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗോഡ് നോസ് എന്ന് പറയുന്നത് ഗോഡ് ഈസ് ഇമനന്റ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. പിടികിട്ടിയോ? എനി ക്വസ്റ്റ്യൻസ്? ഇവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ? അപ്പൊ ഇമനന്റ് ആയിരിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കുവാനും എൻകൗണ്ടർ ചെയ്യാൻ, ഞാനിത് വിശദമായിട്ട് പറയുന്നത് തെറ്റിദ്ധരിക്കല്ല. ഒന്നുകൂടെ മനസ്സിൽ ശ്രദ്ധിക്കാത്തവര് വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ, സൈക്കിളാണല്ലോ, കുറച്ചു നേരം ശ്രദ്ധിക്കും, പിന്നെ പോവും, പിന്നെ വരും, ഇങ്ങനെയാണല്ലോ. അപ്പൊ അതിനിടയിൽ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയത് കിട്ടും. അതിനാണ്. ഓക്കെ. അപ്പോ ഇമനന്റ് ആണെങ്കിൽ ദൈവത്തോട് എനിക്ക് ആ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. മൈ ഗോഡ്, വൈ ഗോഡ് എന്ന് ചോദിക്കുന്ന ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, ഞാൻ അങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ആയിരിക്കും, അല്ലെ, ഇങ്ങനെ ആയിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഉത്തരവുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്നത്. ദെർ ഈസ് എ പർപ്പസ്. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് ദൈവദിനത്തിൽ കൂടി ആരെങ്കിലും ഒന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കംസ്റ്റാൻസിൽ നമുക്കൊരു ഉത്തരം നേട്ടുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്, ഈ കാര്യം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഗോഡ് ഈസ് ആക്ടിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ. നെക്സ്റ്റ്, നൗ വി വിൽ ഗോ ടു ദ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി. എല്ലാം ഒന്നും വായിക്കല്ലേ, ഞാൻ പറയുന്നത് മാത്രം വായിച്ചാൽ മതി. ഫസ്റ്റ് തിങ് ഈസ്, this is integrated with the saving mission of Jesus Christ. യേശു ക്രിസ്തുവിന്റെ
സുവിശേഷ പ്രവർത്തനവുമായിട്ട് അല്ലെങ്കിൽ ആ കാര്യവുമായിട്ട് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത്. ലൂക്കോസ് 4:18 നമുക്ക് വായിക്കാം. ലൂക്ക് 4:8. ടൈപ്പോഗ്രഫിക്കൽ എറർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലൂക്ക് 4:8. ഇല്ല, 4:18 ആണ്. 4:18. യാ. The Spirit of the Lord is upon me because He has anointed me to preach the gospel to the poor. He has sent me to heal the broken-hearted. Okay. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും. അപ്പോ ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ അറൈവൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതുകൊണ്ടുള്ള അവന്റെ പ്രധാനപ്പെട്ട ദൗത്യം, അല്ലെങ്കിൽ ഒരേ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ അവന്റെ ആ സ്നേഹത്തെ കാണിക്കുക എന്നുള്ളതാണ്. കർത്താവിങ്കിലേക്ക് ജനങ്ങളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം, പ്രൊക്ലെയിമിംഗ് ദ ഗോസ്പൽ, സുവിശേഷ പ്രവർത്തനം ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് യേശുക്രിസ്തുവിന്റെ ആ ഫുൾ അഭിഷേകം അവനിൽ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ ഡെഫിനിഷൻ ട്രൈ ചെയ്യാം. ആത്മീയരായിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? മനസ്സിലായോ? ഫസ്റ്റ് തിങ്, അവിടെ ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആത്മീയരായിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഇന്ററാക്ട് വിത്ത് ദ പീപ്പിൾ, സ്പ്രെഡ് ദ ഗോസ്പൽ, സുവിശേഷം പറയണം. അപ്പൊ ഇപ്പൊ നമുക്കൊന്ന് ഫസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ആത്മീയനാണോ അല്ലേ എന്നുള്ളതിന്റെ ഒരു ക്ലൂ ഇവിടെ കിട്ടി. കൈവെക്കാൻ പറ്റുമോ? വേണ്ട. സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരാളോ എന്നാണ്. വെദർ യു ഹാവ് ഷെയർഡ് ഗോസ്പൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദർശനം എനിക്കില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല എന്നുണ്ടെങ്കിൽ, ഹൗ ക്യാൻ വി ഡിഫൈൻ മൈസെൽഫ് ആസ് എ സ്പിരിച്വൽ പേഴ്സൺ? ഗോട്ട് ഇറ്റ്? ഇല്ല, അതിന്റെ സീരിയസ്നെസ് വന്നിട്ടില്ല. ഓക്കെ. ഓ, ബാബുജോൺ ബ്രദർ വന്ന് പ്രസംഗിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ? ഞാനങ്ങനെ പ്രസംഗിച്ചിട്ട് പോകുന്ന ആളല്ല. ഐ എക്സ്പെക്ട് ചേഞ്ചസ്. എനിക്ക് ചേഞ്ചസ് വേണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, സഹോദരന്മാരൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങളെ നല്ല ഇതിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ അതിൻ്റെ കൂടെ ഒന്നിൻ്റെ കൂടെ എന്തോ എന്ന് പറയുന്നത്, ഈ തള്ളന്തോ എന്താ പറയത്തില്ലേ, ഇച്ചിരി കൂടെ ഞാനും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ. അപ്പോ ഇഫ് ഐ ഹാവ് നോട്ട് ഡൺ ദാറ്റ്, ഇവാഞ്ചലിസം എന്നുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, 10 years ആയി രക്ഷിക്കപ്പെട്ടു, 20 years ആയി, 30 years ആയി, 40 years ആയി, ഐ നെവർ ഷെയർഡ് ഗോസ്പൽ വിത്ത് എനിബഡി ഇൻ ദിസ് വേൾഡ്. ആരോട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല. പറയുക മാത്രമല്ല, പറയണമെന്ന് പോലുമില്ല. എൻ്റെ ജീവിതം കണ്ടിട്ടോ എൻ്റെ പ്രവർത്തനം കണ്ടിട്ടോ ആരും ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല. ഓക്കെ. അപ്പോ ഞാൻ ആലോചിക്കും, എന്തൊക്കെ പോസിബിൾ വേസിൽ എനിക്ക് സുവിശേഷം പറയാൻ പറ്റുമോ ഇതെല്ലാം ഞാൻ ചെയ്യണം, അല്ലേ? അവിടെ വേറെ ആരും എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന്. ഞാനതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ എന്നെ മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥവും മനസ്സിലാവും. ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യ അധികം, അതുകൊണ്ട് ഞാൻ എന്താ മീൻ ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ മനസ്സിലാകുകയില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തി, അദ്ദേഹം ആ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഡ്രസ്സ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ് ദാറ്റ്? ഗോസ്പൽ, ഗോസ്പൽ, ഗോസ്പൽ. സംഭവം എങ്ങനെയെങ്കിലും ഗോസ്പൽ ചെയ്യാനുള്ള. അപ്പോ ഈ എൻ്റെ ഡ്രസ്സിങ്ങിൽ ഒരു ചേഞ്ച്, അതായത് ഞാൻ ഈ ഡ്രസ്സ് ധരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നതിന് കാരണം ഒരുപക്ഷെ ഗോസ്പൽ ഷെയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഞാൻ ഈ ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഉണ്ട്. ഞാൻ പറയുന്നത് മോഡസ്റ്റ് ഡ്രസ്സിംഗ് ആണ്, അല്ലാത്ത വൃത്തിയായിട്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചല്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു എക്സ്ട്രീം കേസ്, അതിലേക്ക് പോലെ. അപ്പോ ഞാൻ എങ്ങനെ പെരുമാറുന്നു, എന്ത് ചെയ്യുന്നുള്ളത്
ജസ്റ്റ് എനിക്ക് എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ മാതൃകയാക്കിയിരുന്ന ഒരു യുവാവുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്. ഓക്കെ, ഞാൻ ഇപ്പോഴും ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ചെറുതാവും. കാരണം ഞാനിതിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേന് അവൻ മഹാവൃത്തിയായിട്ട് ചെറുക്കനായിരുന്നു. ഓക്കെ, എനിക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിസ്ത്യൻ നെയിം ഉണ്ടെന്നല്ലാതെ കാണാൻ നല്ല സുന്ദരനാണ്. പക്ഷെ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ സോ അഗ്ലി, അത്ര അഴുക്ക വാക്കുകളാണ് വരുന്നത്. വൺ ഡേ ഏതോ ഒരു ഇതിൽ ഹി അറ്റൻഡഡ് ഞങ്ങളുടെ ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്തു. ഞാനപ്പോൾ ഇതൊന്ന് നോക്കി, ഇവൻ എന്തിനാണ് ഈ റിട്രീറ്റ് വന്നിരിക്കുന്നത്? ഞങ്ങളുടെ കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റിട്രീറ്റ് ചാവടി മുക്കി നടക്കുക. അവിടെ ഒരു മർത്തോമ ചർച്ച, CSI ചർച്ച ഉണ്ട്. അതിൻ്റെ അകത്ത് നടക്കുക ഒരു ചെറിയ ഗാദറിങ്, ചെറിയ ചർച്ച. അന്ന് ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1983. അവനോട് വന്നിരുന്നപ്പോൾ എനിക്കൊരു ഡിസ്കംഫോർട്ട്. ഇവൻ ക്ലാസ്സിൽ മുഴുവൻ ചീത്ത പറയുന്ന ഒരുത്തൻ ഇവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ സ്പൈ വർക്ക് ചെയ്യാനാണോ? എന്തിനാണ് ഈ വന്നിരിക്കുന്നത് വിചാരിച്ചു. ബട്ട് അവൻ അവിടെ ഇരുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്തു. ജോൺ ഗുരിൻ അങ്കിളാണ് മെസ്സേജ് കൊടുത്തത്. കൊല്ലത്ത് രാജശാനും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടാണ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഹി അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഏറ്റവും വലുത് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ ഹി ചേഞ്ച്ഡ് ടോട്ടലി. പൂർണ്ണമായിട്ട് മാറിയ ഒരു ചെറുക്കനെ ഞാൻ കണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് മാറിയത്. ഞാൻ അതാണ് വിചാരിച്ചത്, ഈ രക്ഷിക്കപ്പെടുന്നതിൽ വരുന്നതായിരിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ എന്നുള്ളത് വിസിബിളി ഞാൻ കണ്ടു. നമ്മൾ കണ്ടിട്ടുള്ളത് ആരാ? നമ്മുടെ സഭയിൽ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ സഭയിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? നമ്മുടെ സഭയിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ? ഇത് വല്ലാത്തൊരു ചോദ്യമല്ലേ? ഫ്രം ടു ബെറ്റർ. അങ്ങനാണേലും നല്ലതായിരുന്നു. ബട്ട് ഓക്കെ, നത്തിങ്, ഒരു ചേഞ്ചും ഇല്ല. സൺഡേ സ്കൂളിലോ ബാലസംഘത്തിലോ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഓക്കെ, നല്ല കാര്യം, രക്ഷിക്കപ്പെട്ടു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അവൻ രക്ഷിക്കപ്പെടും എന്നുള്ളത് എപ്പോൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ദ സെയിം ക്യാരക്ടർ അല്ലേ, പണ്ടത്തെ ക്യാരക്ടർ. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം അവൻ അതിനു മുമ്പേ നല്ലവനായിരുന്നു, നല്ല കുട്ടിയായിരുന്നുകൊണ്ട് രക്ഷിക്കപ്പെടുമ്പോൾ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പൊ ബ്രദർ പറഞ്ഞ പോലെ ഫ്രം ഗുഡ് ടു ലിറ്റിൽ ബെറ്റർ ഓർ ബെറ്റർ, അത്രേ ആവുന്നുള്ളൂ. വലിയ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് എ പേഴ്സൺ ഹു ഹാസ് ചേഞ്ച്ഡ്. ആ ഗോസ്പൽ എന്നുള്ളതിന്റെ എഫക്റ്റ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇറ്റ് ക്യാൻ ചേഞ്ച് എ പേഴ്സൺ. അത്രയ്ക്ക് അവനെ മാറ്റി. നെക്സ്റ്റ് ഡേ ഹി വാസ് എ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. ആ വാക്കുകൾ മാറി, അവന്റെ എല്ലാം മാറി. ആൻഡ് അവൻ തന്നെ പോയി ഒരു ചെയറിലിട്ടിരുന്നു ക്ലാസ്സിൽ. ഹി സ്റ്റാർട്ടഡ് ഡിസോസിയേറ്റിംഗ് വിത്ത് ദ ഫ്രണ്ട്സ് ഹി യൂസ്ഡ് ടു ട്രാവൽ വിത്ത്. എല്ലാം മാറി. അവൻ അവിടെ ഇരുന്നു. ഞാൻ പറയാമല്ലോ, എഞ്ചിനീയറിംഗിന്റെ ഫൈനൽ ഇയർ വരെ ഹി വാസ് മൈ റോൾ മോഡൽ. ഞാൻ എപ്പോഴും അവനെ നോക്കും, അവൻ എന്താ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരുമാണ് സാധാരണ, ഞങ്ങളെ ആരും ഒന്നിനും ചേർക്കാറില്ല. ഞങ്ങളെ രണ്ടുപേരും മാറ്റിയിരുത്തും. കാരണം കോപ്പി അടിക്കത്തില്ല, ഹെൽപ്പ് ചെയ്യത്തില്ല, അങ്ങനത്തെ സ്വഭാവമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞാനും അവൻ്റെ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും എനിക്കും അവൻ്റെ സ്വഭാവം കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ആത്മീയത എന്ന് പറയുന്നതിൽ അഭിവാജ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മിഷണറി അല്ലെങ്കിൽ സുവിശേഷം പറയുക എന്നുള്ളത്. ഒരാളോട് ഗോസ്പൽ ഷെയർ ചെയ്യുക, ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രിൽ, വാ അല്ലേ. ആരെങ്കിലും രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ. നമ്മളൊരു കാറ് വാങ്ങിക്കുന്നതോ വീട് വെക്കുന്നതോ നല്ല ഭക്ഷണം കഴിക്കുന്നതോ ഇതൊന്നും അല്ല. ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ, ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇതാണ് ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ ഏജ് പാറൊന്നുമില്ല കേട്ടോ, അവിടെ കൊച്ചുകുട്ടിയൊന്നുമില്ല. ഈ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. എൻ്റെ അനുഭവത്തിലുള്ളത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. സോ ഞാൻ നെയ്വേലി വെച്ചിട്ട് ഒരു സുവിശേഷൻ പറഞ്ഞു. മധുരയിൽ ശിവഗംഗ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ ചിദംബരം നമ്മുടെ മിനിസ്റ്ററുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പം പുള്ളി എന്നെ അങ്ങോട്ട് വിളിച്ചു, ഒരു ദിവസം വരണം, അപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒന്ന് കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ സഭയിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് മെസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ഒരു ചെറിയൊരു പ്രയർ സെല്ലുണ്ട്, പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ പിള്ളേർ അറിയാതൊക്കെയാണ് ഈ തമിഴ്നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുന്നത് കേട്ടോ. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്
വെരി റിമോട്ട് ഏരിയ. ശിവഗംഗ എന്ന് പേരേ ഉള്ളൂ, ആ ടൗൺ തന്നെ വളരെ മോശമാണ്. അതിൽ നിന്ന് റിമോട്ടായിരിക്കുന്ന ഒരു ഏരിയയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം പറഞ്ഞു, ബ്രദറെ ഒന്ന് അവിടെ വന്നാൽ നല്ലതാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് അവിടുത്തെ പ്രെയർ സെൽ ലീഡ് ചെയ്യുന്നത്. മലയാളിയാ. ആ കോളേജിൽ എനിക്ക് തോന്നുന്നു കുറേ പിള്ളേർ, ഭൂരിപക്ഷം പിള്ളേരും ആ പ്രെയർ ഗ്രൂപ്പിന് അന്ന് മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഞാനൊരു ഷോർട്ട് മെസ്സേജ് കൊടുത്തു. എനിക്ക് ആ കുട്ടിയുടെ ആ ആത്മീയ തീക്ഷ്ണത കണ്ടപ്പോൾ, വെരി യങ്, ഷോർട്ട്, ഒന്നുമില്ല, വലിയ എന്താ പറയുന്നത്, പേഴ്സണാലിറ്റി ഒന്നും ഇല്ലാത്തൊരു കുട്ടി. ഞാൻ പറഞ്ഞ ഇപ്പം പറയാൻ പാടില്ല, ബോഡി ഷേമിങ് വരും. പക്ഷെ പറയുന്ന വെച്ചാൽ നത്തിങ് ഇംപ്രസീവ്, ബട്ട് ഷി വാസ് ബ്രിങ്ങിങ് ഓൾ ദ ചിൽഡ്രൻ ദെയർ. അവരെ കൊണ്ടൊന്ന് ഇരുത്തുക എന്നുള്ളതാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു, ശിവഗംഗ എവിടെ കിടക്കുന്നു, അതിൻ്റെ അകത്തൊരു റിമോട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ആ കുട്ടി. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എവിടെ എന്താന്ന് ചോദിച്ചപ്പോൾ പറയാം, ഞാൻ SSL ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത്. ഓ, എന്തോ സന്തോഷം നമുക്കെന്നറിയാം. അപ്പോൾ SSL ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് വന്ന മാറ്റമാണ്. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പോൾ ഇത്രയും പേരെ ഗ്യാദർ ചെയ്തിട്ട് ഒറ്റയ്ക്ക്, നോബഡി റെക്കഗ്നൈസസ്, ആർക്കും അറിയാൻ വയ്യ. എനിക്കിപ്പോൾ ആ കുട്ടി അറിയത്തുപോലും ഓർമ്മയില്ല കേട്ടോ. ഷി വാസ് ഡൂയിങ് എ വണ്ടർഫുൾ മിനിസ്ട്രി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ഷീസ് എ സ്പിരിച്വൽ ഗേൾ. അതുകൊണ്ടാണ് ആ ഇവാഞ്ചലിസം എന്നുള്ളത് വരുന്നത്. അപ്പോ നമുക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി നമുക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. എന്തുവാ, ഞാൻ എത്ര പേരെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അനാത്മീയരെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും അനാത്മീയരുടെ പട്ടികയിലേക്ക് ഒരു സാധ്യതയുണ്ടല്ലേ? ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഉണ്ട് അല്ലേ? അതിൽ കാറ്റഗറൈസ് ചെയ്യാനും എന്നെയും ഒരു പ്രോസ്പെക്റ്റീവ് നെയിം ആണ്. എനിക്ക് അവിടെ ആ കാറ്റഗറിയിലാണ് വരാൻ ചാൻസ് കൂടുതലല്ല, ആത്മീയൻ എന്ന് പറയുന്നതിലല്ല. ഓക്കെ, ഇത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ്, ഇനി നമുക്ക് കുറച്ചുകൂടെ ബിബ്ലിക്കലായിട്ട് പോകാം. ഇതൊക്കെ മതി, ഉപദേശമൊക്കെ മതി, നമുക്ക് ബൈബിളിലെ കാര്യം നോക്കാം. ഓക്കെ, നൗ ദ വേർഡ് സ്പിരിച്വൽ occurs 29 times. നത്തിങ്, അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. 29 പ്രാവശ്യം പൗലോസ്, 26 പ്രാവശ്യം, 3 പ്രാവശ്യം പത്രോസും യൂസ് ചെയ്തിട്ടുണ്ട് ഈ സ്പിരിച്വൽ എന്നുള്ള വാക്ക്, പല കോണ്ടെക്സ്റ്റുകളിലും പല രീതിയിലും ഒക്കെ. ഞാൻ അതിലേക്കൊന്നും അത് കൂടുതൽ നമ്മൾ പോകണ്ട. അത് പേഴ്സണൽ സ്റ്റഡി ചെയ്യുന്നവർ നമ്മുടെ കമൻട്രിയോ ഡിക്ഷണറിയോ ഒക്കെ നോക്കിയിട്ട് 29 times എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണെന്നൊക്കെ സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പൗലോസ് പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ കൂടെ ഒരു വേർഡ് കൂടെ ചേർത്താണ്. സ്പിരിച്വൽ വിസ്ഡം, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്പിരിച്വൽ സോങ്സ്, നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ എഴുതാറില്ലേ സ്പിരിച്വൽ സോങ്സ്. ഓക്കെ, സ്പിരിച്വൽ ബോഡി, ആത്മീയ ശരീരം. അപ്പോൾ ആത്മീയ പാറയിൽ നിന്നല്ലേ നിങ്ങൾ കുടിച്ചത് എന്ന് വരുന്നുണ്ട്, ആത്മീയ ആഹാരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ വാക്കിനോട് ചേർത്ത് ഈ ആത്മീയ എന്ന് ചേർത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ് മീൻ ബൈ ദാറ്റ്? സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ ചെയ്യാം. ആത്മീയ അനുഗ്രഹം. ഓക്കെ, എഴുതുന്നവർക്ക് എഴുതാൻ വേണമെങ്കിൽ സ്പിരിച്വൽ വിസ്ഡം, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, സ്പിരിച്വൽ സോങ്സ്, സ്പിരിച്വൽ ബോഡീസ്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, സ്പിരിച്വൽ റോക്ക്, ഇങ്ങനെയൊക്കെ ഒത്തിരി വാക്കുകളുണ്ട്. 8 വരെ അല്ലേ? 8. ഓക്കെ, ഗോഡ്സ് ഡിസയർ. യാ, കറക്റ്റാണ്. പക്ഷേ യാ അല്ല, see why that spiritual is coming before that, spiritual wisdom, spiritual blessings, spiritual rock, spiritual songs. നമ്മൾ എന്തിനാ ഈ ആത്മീയ ഗീതം ഒന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത്? സംതിങ് ഉണ്ട്, റൈറ്റ്? ആത്മീയമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട്. then why this is becoming spiritual? സിമ്പിളാണ്, ഇത് സിമ്പിളാണ്. IAS ലെവലിലുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഓക്കെ, ദൈവവും ആത്മാവുമായിട്ട് കൺസേൺ ആയിരിക്കുന്ന കാര്യം അതല്ലേ പറഞ്ഞേ? എക്സാക്ട്ലി.
ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതാണിപ്പോൾ ജെയിംസ് അങ്കിൾ പറഞ്ഞത്. അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്, ആത്മാവുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഇത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട, ഇതിനെ ഇത്രയും ഞാൻ വിസ്തരിച്ച് പറയുന്നത് വിചാരിക്കും. ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ആത്മാവെന്നുള്ള വാക്കൊക്കെ അതിലുള്ളതുകൊണ്ടാണോ? അതുകൊണ്ടാണ് അത് പാടുമ്പോൾ എനിക്കൊരു സന്തോഷം, ആത്മീയ സന്തോഷം വരുന്നോണ്ടാണോ? അതോ ആത്മീയരായിരിക്കുന്നവർ എഴുതിയോണ്ടാണോ? ദൈവത്തോട് അടുപ്പിക്കുന്ന പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് അടുപ്പിക്കുന്ന അല്ലെ ആത്മാവെന്നുള്ളത്. Why it is taken towards God? More than that. Correct. എല്ലാം കറക്റ്റാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളായിരുന്നല്ലോ എന്ന് ചോദിക്കും. ഇതൊക്കെ വളരെ എന്താ പറയുന്നത്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാർ പറയുന്ന ആൻസേഴ്സ് ആണ്. ഞാൻ ഇച്ചിരി സിമ്പിൾ, കാരണം ആരും ഒന്നിനും മറുപടി പറയുന്നില്ല, അതുകൊണ്ടാണ് സിമ്പിൾ ആക്കിയത്. സഹോദരിമാര് സംസാരിക്കാമല്ലോ അല്ലേ? ഓക്കെ. ദൈവം തന്നതാണോ? ഇച്ചിരൂടെ ഒന്ന് പ്രിസൈസ് ആക്കിയാല് ഫ്രം ഗോഡ് ഓർ ഫ്രം സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റിൽ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പോ ഇപ്പൊ സജി ബ്രദർ പറഞ്ഞത് അതിന്റെ ലക്ഷ്യമാണ് പറഞ്ഞത്. ഞാനിപ്പോ ഇവിടെ സോഴ്സ് പറയുക. അപ്പോ ഇതെല്ലാം വന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടല്ലോ, എന്നിലൂടെ എഴുത്തുകാരല്ലേ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചത് കൊണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓണർഷിപ്പ് അല്ലെങ്കിൽ സോഴ്സ്, ഇറ്റ് ഈസ് ഫ്രം ഹോളി സ്പിരിറ്റ്. ക്ലിയർ? ശരിയാണോ? അതല്ലേ? അപ്പൊ സിമ്പിളാണ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെതായത് കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എന്തോ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ. ആൻസർ അവിടെ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു. ഓക്കെ, പരിശുദ്ധാത്മാവിന് എന്നിട്ടും പറഞ്ഞില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഓക്കെ, ഞാൻ താഴെ വരെ വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിർവചിക്കപ്പെട്ടത്. ഹോളി സ്പിരിറ്റ് ഡിഫൈൻസ്. പരിശുദ്ധാത്മാവാണ് എനിക്ക് തരുന്നത്. ഇറ്റ്സ് ദ ഓണർഷിപ്പ് ആൻഡ് ഓതർഷിപ്പ് ഈസ് ഹോളി സ്പിരിറ്റ്. അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് ആത്മീയം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ സമയമാകുന്നതിന് മുമ്പ് ഇച്ചിരൂടെ 2-3 കാര്യം കൂടെ പറയണം. സോ ഇപ്പൊ സജി ബ്രദർ പറഞ്ഞേക്ക് ഞാൻ വരിക. ഹോളി സ്പിരിറ്റ് സോഴ്സ് ചെയ്ത്, ഹോളി സ്പിരിറ്റ് അയക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന, ഹോളി സ്പിരിറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന കാര്യം എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയായിരിക്കും? ഇത് ഇടയിലൊന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്തിനു വേണ്ടിയായിരിക്കും? ബൈ ഹിം, ത്രൂ ഹിം, ഫോർ ഹിം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? അവനായിട്ടും അവനാലും, മലയാളം അങ്ങനെയാണല്ലേ, അവന് വേണ്ടിയിട്ട്. അപ്പോ ഹോളി സ്പിരിറ്റിൽ നിന്ന് വരുന്ന കാര്യം എന്താണത്? ആ സോഴ്സ് അവിടെയാണെങ്കിലും ഇറ്റ് ഈസ് ഗോയിങ് ടു എന്തിനാണ്? ദൈവത്തിന്റെ മഹത്വം. കൺഫ്യൂസ് ചെയ്യുന്നോ ഞാൻ? ഓക്കെ, അപ്പോ എന്ത് കാര്യവും സോഴ്സ് ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് ഫസ്റ്റ് നമ്മൾ കണ്ടത് സുവിശേഷീകരണം കണ്ടു അല്ലേ. രണ്ടാമത് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ഒരു ആത്മീയനെന്ന് പറയാൻ പറ്റൂ. ഞാനൊരു സഭയിൽ പോയപ്പോൾ ആ സഭയിലെ ഒരു സഹോദരൻ കസേര എടുത്തിട്ട് വേറൊരു സഹോദരനെ അടിക്കാൻ പോകുന്നു. സഭയിൽ പ്രശ്നമാണ്. അപ്പോ അതെന്തായിരിക്കും? പറയാൻ പേടിയോ? നമ്മളതൊക്കെ ചെയ്യുന്ന, നമ്മളും ചെയ്യാറുണ്ട്. അതുകൊണ്ടായി പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മളും ചെയ്യാറുണ്ട്.
അല്ലേ? സഭ ചെയ്തില്ലായിരിക്കും, വീട്ടിൽ ചെയ്തില്ലേ? ചിലരുടെയൊക്കെ. അപ്പോ ഇതെവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാ? പരിശുദ്ധാത്മാവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണോ? അല്ല. കാരണം അവിടെ മഹത്വം ദൈവത്തിന് വരുന്നില്ല. സോ ഞാൻ ചെയ്യുന്നൊരു കാര്യം ദൈവത്തിന് മഹത്വം വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ആത്മീയ പ്രവൃത്തിയായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. ഇതൊക്കെ ഞാൻ ഇനിയും ഡീൽ ചെയ്യും കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന കാര്യങ്ങൾ പറയും. എന്നെ കൂടെ ചേർത്താണ്. നമ്മളെല്ലാവരും നമുക്കെല്ലാം ഉള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ കുഴപ്പങ്ങളൊക്കെ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുന്നില്ല, നമ്മളെല്ലാം കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു 90% ആത്മീയരായിരിക്കും എന്ന് വെച്ചോ, അസ്യൂം ചെയ്തോ. പക്ഷെ ഒരു 10% ഉണ്ടല്ലോ അല്ലേ? ആ 10% വേരി ചെയ്യും. ചിലർ 5 ആയിരിക്കും, ചിലർ 2 ആയിരിക്കും. ഇതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആകാൻ പറ്റും, കുറച്ചുകൂടെ ഒന്ന് നല്ലതാകാൻ പറ്റും. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം വരും, കുറേ റിസൾട്ട്സ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പിക്ക് മാറ്റും. ഓക്കെ, സ്കിസോഫ്രനിയ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണത്? ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. അടുത്ത സ്ലൈഡിലേക്ക് ഒരു പ്രത്യേകമായ ബ്രെയിൻ്റെ അവസ്ഥയാണ് ഈ സ്കിസോഫ്രനിയ എന്ന് പറയുന്നത്. ഭയങ്കര വിചിത്രമായൊരു അസുഖമാണ് ഈ ഉന്മാദ രോഗം എന്ന് പറയും. എനിക്കറിയില്ല ആർക്കൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉപദേശങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രാക്ടിക്കൽ തിങ്സ് ചെയ്ത് നമ്മളങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും, നമ്മളങ്ങ് മാറ്റി നിർത്തും. ഓക്കെ, മാറ്റി നിർത്തിയിട്ട് ഇത് അതിന് പറയുന്നത് സ്പിരിച്വൽ സ്കിസോഫ്രനിയ എന്നൊരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈറി ആണെന്ന് തോന്നുന്നു ഉപയോഗിച്ചത്, റൈറി ഉപയോഗിച്ച വാക്കാണ്, ആത്മീയം. സോ ഡോക്ട്രിൻ വിച്ച് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നുമില്ല. നമുക്ക് ചില ഉപദേശങ്ങളുണ്ടാവും, നമുക്കെന്ന് പറയാൻ ചിലർക്ക് ചില ഉപദേശങ്ങളുണ്ടാവും. ആ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാനേ പറ്റത്തില്ല. ബട്ട് ദേ വിൽ ബി തിങ്കിങ്. നമ്മളിങ്ങനെ ആ ഒരു ഉന്മാദ അവസ്ഥയിലാണ് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാൻ പറയാം. എന്നെ തെറ്റിദ്ധരിക്കല്ല, ഞാനിതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കുഞ്ഞിലെ ഞാൻ ജെയിംസ് അങ്കിളിനോട് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ രാവിലെ എൻ്റെ പപ്പായും മമ്മിയും ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയതാണ്. ചിലരെ നിങ്ങളെപ്പോലൊക്കെ, ചിലരെ പോലൊക്കെ 5:30 മണി എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റവുമില്ല. 5:30 മണിക്ക് രാവിലെ എഴുന്നേറ്റിരിക്കണം പ്രാർത്ഥനയ്ക്ക്. ഓക്കെ, ഇറ്റ് വാസ് റിയലി ടഫ്. ഓക്കെ, 5:30 മണിക്ക്. ചിലപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും എണീക്കും. 5:30 മണിക്ക് രാവിലെ എഴുന്നേറ്റ് പായിൽ ഇരുന്നിട്ട് അവിടെ പാട്ടും പാടി പ്രാർത്ഥിച്ചാൽ മാത്രമേ അന്നത്തെ, പിന്നെ അത് കഴിഞ്ഞ് KP യോഹന്നാൻ്റെ പ്രസംഗമാണ്, അത് കേൾക്കണം. കമ്പൽസറി ആയിരുന്നു. നല്ലതാണ് രാവിലെ KP യോഹന്നാൻ്റെ അന്നത്തെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല, കേട്ടിട്ടുള്ളവർക്കറിയാം, വളരെ സൂത്തിങ് ആണ് KP യോഹന്നാൻ്റെ. ഈ പ്രസംഗവും കേൾക്കണം. ഞങ്ങളുടെ വീട്ടിലെ നിഷ്ഠയായിരുന്നു അത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇറ്റ് വാസ് വർക്കബിൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് TV ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല. നമ്മൾ രാത്രി ഒരു 9:30-10 ആകുമ്പോഴൊക്കെ നമ്മൾ ഉറങ്ങും, കിടക്കും. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ പഠിക്കത്തില്ല, അത്രയും സമയം പഠിക്കത്തില്ല, ഞാൻ കുറച്ച് സമയം പഠിക്കത്തുള്ളൂ. അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് ഉറങ്ങും. അപ്പോൾ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല, ഒക്കും. പകലൊന്നും വലിയ പ്രശ്നം വരത്തില്ല 5:30 മണി. പക്ഷേ ഇപ്പം എൻ്റെ മോൾ എടുക്കുക, ഷീസ് വർക്കിംഗ് ടിൽ 12, 1 o'clock, 2 o'clock. ഞാൻ ഈ ഉപദേശം പറയാൻ പറ്റുമോ? എന്തുവാ 5:30 മണിക്ക് എഴുന്നേൽക്കണമെന്നുള്ളത്? പിടി കിട്ടിയോ? അപ്പോൾ 5:30 മണിക്ക് അവളെ എഴുന്നേൽപ്പിച്ചേ ഒക്കത്തുള്ളൂ. ബിക്കോസ് ഞാൻ പഠിച്ചത് ഇതാണ്, എൻ്റെ തലമുറയിൽ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, എൻ്റെ അപ്പനും അമ്മയും എങ്ങനെയാണ് പഠിത്തത്, അതുകൊണ്ട് നീയും 5:30 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വർക്കബിൾ വൺ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കുള്ള ഒരു ഡോക്ട്രിൻ, അല്ലെങ്കിൽ ഞാൻ പിൻപറ്റിക്കൊണ്ടിരുന്ന, ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസ് ഞാൻ അങ്ങ് ഇമ്പോസ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് വർക്കബിൾ. അവിടുത്തെ പ്രശ്നം എന്താണ്? ഷീ ഈസ് വെരി ഹാപ്പി. ഓക്കെ, at last one person supporting me.
ഓക്കെ. അവിടെയാണ് നമ്മൾ ഈ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് നമ്മൾ നോക്കണം, പ്രാവർത്തികമാക്കാൻ. അവിടെ എന്തുവാ 5:30 മണി നമുക്ക് ബൈബിളിലൊന്നുമില്ല. ബട്ട് രാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതുണ്ട്. ഇഫ് ഇറ്റ് ഈസ് 5:30 ഇറ്റ് ഈസ് ഗുഡ് അല്ല. പക്ഷേ എല്ലായിടത്തും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ കൊണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി എടുക്കാൻ തോന്നും, നമ്മുടെ സമയമായല്ലോ.